വന്ദേമാതരത്തെ അപമാനിച്ചതിൽ സോണിക്കും രാഹുലിനുമെതിരെ അന്വേഷണം. AICC ആസ്ഥാനത്ത് വന്ദേമാതര ആലാപനം തടസ്സപ്പെടുത്തിയതിലാണ് പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയത്. ദേശീയ ബഹുമാന സംരക്ഷണ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് സുപ്രീംകോടതി അഭിഭാഷകൻ ശുഭ് ശർമ്മയാണ് പരാതി നൽകിയത്. വന്ദേമാതരത്തിന് ദേശീയഗാനത്തിന്റെ അതേ നിയമപരിരക്ഷ നൽകുന്ന പുതിയ ഭേദഗതി നിയമപ്രകാരം കേസെടുക്കണം എന്നതാണ് ആവശ്യം. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾക്കിടെ വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നത്. ചടങ്ങിനിടെ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നതിനെ പ്രതിപക്ഷ നേതാക്കൾ തടസ്സപ്പെടുത്തിയെന്നാണ് സുപ്രീംകോടതി അഭിഭാഷകരായ ശുഭ് ശർമ്മയും കുനാൽ വിനായകും ആരോപിക്കുന്നത്. അടുത്തിടെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച് നിലവിൽ വന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ ആക്ട് 2026 പ്രകാരം വന്ദേമാതരത്തിന് ദേശീയ ഗാനത്തിന് സമാനമായ പദവിയും സംരക്ഷണവുമാണ് രാജ്യത്തുള്ളത്. ഈ നിയമം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സീനിയർ നേതാക്കളുടെ ഓരോ പ്രവൃത്തിയും കോടിക്കണക്കിന് ജനങ്ങളെ സ്വാധീനിക്കുന്നതാണെന്നും ദേശീയ ഗീതത്തെ പരസ്യമായി എതിർക്കുന്നത് രാജ്യത്തിന് അംഗീകരിക്കാനാകില്ലെന്നും പരാതിക്കാർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ സോണിയ, രാഹുൽ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് കേന്ദ്രങ്ങൾ വിഷയം തള്ളിയിട്ടുണ്ട്. പുതിയ നിയമനിർമ്മാണത്തിന് ശേഷം ഇത്തരമൊരു പരാതി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വരുന്നത് ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പരാതിയിൽ ഡൽഹി പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനം, ഡൽഹി.